വെഡ്ഡിങ്ങിന് ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് വലിയ മാലകൾ അതുപോലെ നല്ല കാണാൻ നല്ല പൊലിമയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കിട്ടും. പക്ഷെ മോതിരത്തിൻ്റെ കാര്യം വരുമ്പം ചെറിയ 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 കുറേ മോതിരങ്ങൾ എടുക്കലാണ് പതിവ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വലിയ ഡിസൈൻസ് കിട്ടത്തില്ല. കുഞ്ഞു 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 പൊടി മോതിരങ്ങൾ ഒത്തിരി ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഒരു പോരായ്മ ശരിക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വെഡ്ഡിങ്ങിനും തന്നെ ഉണ്ടാവുന്നത്. കാരണം വലിയ മോതിരം കിട്ടുവാണെങ്കിൽ തന്നെ പ്ലെയിൻ വലിയ ഡിസൈൻ ഒന്നും ഇല്ലാത്ത സാധാരണ പേരെഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ജെൻസ് ഇടുന്ന രീതിയിലുള്ള മോതിരങ്ങളൊക്കെയാണ് വലുതായിട്ട് കിട്ടാറ്. അല്ലാതെ ലേഡീസിൻ്റെ നല്ല വലിയ മോതിരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കുറവാണ്. ഇനി വലിയ മോതിരം എന്ന് പറഞ്ഞാൽ അമ്പേപാടം വലുതായിരിക്കും. ഒരു മീഡിയം സൈസിലുള്ള മോതിരങ്ങളും വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ഡ്രസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള എല്ലാ കളേഴ്സ്, അതായത് എല്ലാ സ്റ്റോൺസും, കളേഴ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് കളറിൽ നമുക്ക് വേറെ കളർ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റോൺസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം നമുക്ക് പറക്കാട്ട് ജ്വല്ലറിയിൽ, ഇത്രയും നേരം നിന്ന് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറക്കാട്ട് ജ്വല്ലറിയിൽ തന്നെയാണ്. അപ്പോൾ പറക്കാട്ട് ജ്വല്ലേഴ്സിൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാ സൈസിലുള്ള അല്ലെങ്കിൽ എല്ലാ കളറിലും ഉള്ള ഗോൾഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അതായത് 1 gram ഗോൾഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള റിംഗ്. നമ്മുടെ ഫിംഗറിങ് കളക്ഷൻസ് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നവരത്നയിലുള്ള വെറൈറ്റീസ് കാണാം. നവരത്ന സാധാരണ വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും 9 കല്ല് വെച്ചിട്ട് ചുറ്റും പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇതിൽ പക്ഷേ സിംഹത്തിൻ്റെ തല എൻഗ്രേവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് 2 സൈഡിലും സിംഹത്തിൻ്റെ തല കാണാൻ പറ്റും. മാത്രമല്ല ശരിക്കും നവരത്ന എന്നൊക്കെ പറയുമ്പം ജസ്റ്റ് ചെറിയ സ്റ്റോൺസ് ആയിരിക്കും. ഇത് അത്ര ചെറിയ സ്റ്റോണൊന്നുമല്ല, കാണാനുള്ളതുണ്ട്. നവരത്ന ആണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തു നിന്ന് നോക്കിയാലും കാണാം. അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെയാണ് അല്ലേ. മാത്രമല്ല ആ സിംഹത്തിൻ്റെ തലയൊക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രൗഢി കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി വർക്കാണ് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളതും ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയതും എല്ലാം ഉണ്ട്. നവരത്നയിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മാം, ഈ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എപ്പിസോഡിൽ നെക്ലേസ് ഒക്കെ കണ്ടിരുന്നത്, അതിനകത്തൊക്കെ ആണെങ്കിലും നമുക്ക് നവരത്ന സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ലേഡീസിന് ശരിക്കും പെൻഡന്റിലാണെങ്കിലും ബ്രേസ്ലെറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നെക്ലേസിലാണെങ്കിലും ഈ സ്റ്റോൺസ് നേരത്തെ കാണിച്ച സ്റ്റോൺസിൽ അപ്പുറം നമുക്ക് നവരത്ന ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാവരും ഫിംഗറിങ് പ്രിഫർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം ഇനി വേറെ കാണിക്കാൻ പോകുന്നത് കുറച്ചുകൂടി പ്രൗഢിയുള്ള വേറൊരു സംഭവമാണ്. ദേ, സിംഹത്തിന്റെ തല. അതെ, അതും സിംഹത്തിന്റെ തല. അതെ, ഇത് ഒരു സിംഹത്തിന്റെ തലയാണ്. ജെൻസിനൊക്കെ അല്പം ജെൻസിനാണ് ഗോഡിയായിട്ട്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജെൻസ് ആയിട്ട് ജനിക്കാത്തതിന്. കാരണം എന്റെ സൈൻ ലിയോ ആണ്, ബർത്ത് സൈൻ ലിയോ ആണ്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ഇടാൻ ഭയങ്കര നമ്മൾ വേണമെന്ന് വിചാരിക്കുന്ന പോലെയാണല്ലോ ലേഡീസിനും ഇടാം. ലേഡീസിനും ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പം ജെൻസിന് മാത്രമല്ല ഈ ഡിസൈൻസ് ഒക്കെ തന്നെ ലേഡീസിനും ഇടാൻ പറ്റുന്ന രീതിയിൽ ചെറിയ സൈസിലും അതുപോലെ കുറച്ചുകൂടി ക്യൂട്ടായിട്ടൊക്കെ ഇവർ ചെയ്തു തരുന്നതാണ്. നമുക്ക് ഓൾട്ടറേഷൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ, ഇത് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അത് ശരിക്കും ഒരു മോൾഡിംഗ് വർക്കാണ് വരുന്നത്. അതിൽ ശരിക്കും ഇപ്പോൾ കണ്ണൊക്കെ വേണേ വെച്ചിട്ട് കണ്ണെഴുതി അങ്ങനെയൊക്കെയും നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു സ്റ്റോൺ പോലെ അതുണ്ട്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇതിൽ വരുന്നുണ്ട്, വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഓൾട്ടറേഷൻസ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവർ നമുക്ക് ചെയ്തു തരുന്നതാണ്. എന്തായാലും നല്ല പ്രൗഢിയോടുകൂടി ഇടാനും അതുപോലെ ഒരു ജെൻസിന്റെ കൈ എന്നൊക്കെ പറയുമ്പോൾ നല്ല വലിപ്പമുള്ള കൈയാണ്. ഇങ്ങനത്തെ ഒരെണ്ണം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കൈക്കുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പരിചയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ
ഇതിപ്പോ എന്ത് ഡിസൈനാണ് മാം? ഇപ്പൊ പരാതി തീർന്നല്ലോ, ലേഡീസിനും അല്പം വലുത് ഗോഡിയായിട്ട് നല്ല രസമുണ്ട്. അതെ, അതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, പേര് പറയാൻ എന്നല്ല, അത് എമറാൾഡ് സ്റ്റോണും പിന്നെ ക്യൂബിക് സിർക്കോണിയും വെച്ചിട്ട് ചെയ്തേക്കുന്ന ഡയമണ്ട് പാറ്റേൺ ആണ് ഇത്. എനിക്ക് തോന്നുന്നു താമരയുടെ ഇലയുമായിട്ട് റിസംബ്ലൻസ് തോന്നുന്ന ഒരു ഡിസൈൻ ആണെന്നാണ് എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു എന്താ പറയുക, വൈറ്റും ഗ്രീനും കോമ്പിനേഷനിൽ എമറാൾഡ് സ്റ്റോണും അതുപോലെ സിർക്കോണിയം സ്റ്റോൺസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെഡിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് കയ്യിലൊക്കെ, ഇതിപ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ്, പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. അത് ഇടേണ്ടവരിട്ടാലേ ഇടേണ്ടത് ചേരുള്ളൂ എന്ന് പറയത്തില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ചേരുമായിരിക്കും. ഈ വൈറ്റ് ഡ്രസ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രീൻ ഡ്രസ്സ് ആണെങ്കിലും സാരി ആണെങ്കിലും ഇനി ഗൗൺ ആണെങ്കിലും ലെഹങ്ക ആണ് ലാച്ചയാണ് എന്തിനാണെങ്കിലും എല്ലാത്തിനോടും കൂടി പോകുന്ന ഒരു ഡിസൈനാണ് ഇതൊക്കെ. ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ എന്താണ് മാം, എട്ടുകാലിയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും സംഭവമാണോ? അതൊക്കെ ഒരു ആന്റിക് എന്താ ഒരു ഡിസൈൻ എന്ന് പറയാനേ പറ്റുള്ളൂ. അതിനകത്ത് റൂബി കളർ സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ റൗണ്ട് ഷേപ്പ് അല്ലേ സാധാരണ, ഇതെന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ വേറൊരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്റ്റോൺസും അത് ശരിക്കും എംബോസ് ചെയ്ത് പുറത്തേക്ക് നിൽക്കാതെ ഇന്നർ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അതിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റോൺസ് ചാടി പോകാനൊക്കെ ഉള്ള ഒരു ചാൻസസും കുറവുമാണ്. അതൊരു വേറൊരു മോൾഡിങ്ങിൻ്റെ തന്നെ വേറൊരു ഫോമിൽ ചെയ്തിരിക്കുന്ന. സാധാരണ ഗോൾഡും റൂബിയും കോമ്പിനേഷൻ വരുമ്പോൾ കുറച്ച് ട്രഡീഷണൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേ നമുക്കതിനെ പറഞ്ഞൊപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ഗോൾഡും റൂബിയും കോമ്പിനേഷനാണ്, പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു രണ്ടിങ്ങനെ കൊമ്പൊക്കെ നിൽക്കണ പോലത്തെ ഒരു ഡിസൈനാണ്, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എടുത്ത് പറയത്തക്ക വിധ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ സ്റ്റോൺസ് ഒക്കെ കാണുന്ന റൗണ്ട് കട്ടിലാണ്. ഇനി എന്തെങ്കിലും വെറൈറ്റി കട്ടിൽ കാണുകയാണെങ്കിൽ തന്നെ അത് ഡയമണ്ട്സാണ് ചെയ്യാറ്. അതിലപ്പുറം വേറെ സ്റ്റോൺസ് ഒന്നും അങ്ങനെ വേറെ കട്ടിൽ കാണാറില്ല. ഇത് സ്ക്വയർ ഷേപ്പിൽ, അതായത് പ്രിൻസസ് കട്ട് എന്ന് പറയും. അപ്പം ആ കട്ടിലാണ് ഇതിനകത്ത് സ്റ്റോൺസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിലും അതുപോലെ പ്രിൻസസ് കട്ടിലും 2 ലെയർ ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഫിംഗർ റിംഗ് ആണിത്. ഇതുപോലെ നിങ്ങളുടെ വിരലിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ചെറിയ വിരലാണെങ്കിലും വലിയ വിരലാണെങ്കിലും, ഇനി നിങ്ങൾക്ക് വേണ്ടത് വലിയ റിംഗ് ആണെങ്കിലും ചെറിയ റിംഗ് ആണെങ്കിലും, ഏതൊക്കെ കളറിലാണെങ്കിലും ഏതൊക്കെ പാറ്റേൺസിലാണെങ്കിലും ഒക്കെ നമുക്ക് അടിപൊളി കളക്ഷനുമായിട്ട് നമ്മുടെ പറക്കാട്ട് എന്നും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സോട് ചേർത്ത് വെക്കാനുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ ഫിംഗർ റിങ്സിലും അതുപോലെ ഞാൻ കാണിക്കുന്ന ഓരോ ദിവസം കാണിക്കുന്ന ഓരോ കളക്ഷൻസിലും ഉണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസൊക്കെ വാങ്ങിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള പറക്കാട്ട് ജ്വല്ലറി വിസിറ്റ് ചെയ്യുക. മാത്രമല്ല, ഞാൻ ഇന്ന് കാണിച്ച കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ കണ്ടൻസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.